സിജോ എയർപോർട്ടിൽ വന്നിറങ്ങിയതിന് ശേഷം ഓൺലൈൻ ചാനലുകൾക്കെല്ലാം ഒരു അഭിമുഖം കൊടുത്തിരുന്നു. അവർ വരുമ്പോൾ ചോദിക്കുമല്ലോ എന്താണ് കാര്യങ്ങൾ, ഇവിടുത്തെ കാര്യങ്ങൾ, ബിഗ് ബോസ് ഹൗസിലെ കാര്യങ്ങളും വിന്നറായ കാര്യങ്ങളെല്ലാം ചോദിക്കും. ആ സമയത്ത് കുറേ കാര്യങ്ങൾ സിജോയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കിപ്പോൾ പറയാനുള്ളത് ആദ്യമേ ഈ കിട്ടാത്ത മുന്തിരി പുളിക്കും എന്ന് പണ്ടുള്ളവർ പറയും. എനിക്ക് അത് കണ്ടപ്പോൾ അങ്ങനെയാണ് തോന്നിയത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ വലിയ സംഭവമാണ്, ഞാൻ വലിയ താരമാണ്, ഞാൻ കപ്പടിക്കും 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 എന്ന് മാത്രം ആദ്യമേ പറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം വീട്ടിനകത്തേക്ക് രണ്ടാമത് വന്ന് കയറിയതിന് ശേഷം വലിയൊരു തീപ്പൊരിയൊക്കെ ആയിട്ടാണ് വന്നത്. തീയും കണ്ടില്ല പൊരിയും കണ്ടില്ല. മറ്റേ സിനിമയിൽ ജ്യോതിയും വന്നില്ല, ജ്യോതിയും വന്നില്ല ഒന്നും വന്നില്ല എന്ന് രേവതി പറയുന്ന പോലെ ഉള്ള കഥയാണ് സിജോയുടേത്. എനിക്ക് ആ സിജോയുടെ അനുഭവം കണ്ടപ്പോൾ മനസ്സിലായത് ജിൻഡോ കപ്പടിച്ചത് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. അവിടെ പലർക്കും, ആ ഹൗസിലുണ്ടായിരുന്ന പലർക്കും അത് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. ഇവർ കളിക്കണമായിരുന്നു, ഗെയിമായ രീതിയിൽ കളിക്കണമായിരുന്നു. അല്ലാതെ വാഗോണ്ട് താളം അടിച്ചാൽ മാത്രം കപ്പ് കിട്ടത്തില്ല എന്നിപ്പോൾ അവർക്കെല്ലാം മനസ്സിലായി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നാലും നമുക്ക് ആ ഇന്റർവ്യൂവിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാം. എനിക്കോ, ഞാൻ എക്സൈറ്റ് ആവുന്നത് വേറെ കപ്പെടുക്കുമ്പോൾ എനിക്ക് എങ്ങനെ എക്സൈറ്റ്മെന്റ് ഉണ്ടാവുന്നു? അങ്ങനെ എനിക്ക് എക്സൈറ്റ്മെന്റ് ഒന്നും പ്രതീക്ഷിച്ചായിരുന്നു കപ്പെടുക്കും എന്നുള്ളത്. ആദ്യമേ ചോദിക്കുന്നത് ജിൻഡോ കപ്പടിച്ചതിൽ എന്ത് തോന്നുന്നു, എക്സൈറ്റ്മെന്റ് വല്ലതും ഉണ്ടായിരുന്നു എന്നാണ് ചോദിക്കുന്നത്. അപ്പം സിജോ പറയുന്നത് ഞാൻ എന്തിന് എക്സൈറ്റ്മെന്റ് ആവണം, മറ്റൊരാൾ കപ്പടിച്ചതിൽ എനിക്ക് എക്സൈറ്റ്മെന്റ് ആകേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ്. തീർച്ചയായിട്ടും ഇപ്പം നമ്മളും കപ്പടിക്കാനാണ് അവിടെ കളിക്കാൻ പോകുന്നത്, അതുകൊണ്ട് സിജോയും കപ്പടിക്കാനാണ് അവിടെ കളിക്കാൻ പോയത്. അപ്പോൾ സിജോയ്ക്ക് കപ്പ് നേടാൻ കഴിഞ്ഞില്ല, അപ്പോൾ ഒരു വിഷമം തീർച്ചയായിട്ടും ഉണ്ടാവും, അവിടെ കളിക്കാൻ പോയ എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ എക്സൈറ്റ്മെന്റ് ഇല്ല എന്ന് പറയുമ്പോഴും തനിക്കാണ് കിട്ടേണ്ടത്, അല്ലെങ്കിൽ തനിക്ക് കിട്ടാത്തത് മറ്റൊരാൾക്ക് കിട്ടരുത് എന്നുള്ള രീതിയിൽ സംസാരിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. ഞാൻ ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് നമ്മള് പുറത്തോട്ട് ഇറങ്ങിയല്ലോ, ഞാൻ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പുള്ളി കപ്പ് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ഒരു വിഷയം, ബിഗ് ബോസ് ഹൗസിനകത്ത് ഒരു ഇഷ്യൂ ഉണ്ടായിട്ട് സിജോയ്ക്ക് വെളിയിലേക്ക് വരേണ്ടി വന്നു, ഡോക്ടറെ കാണേണ്ട അവസ്ഥയൊക്കെ വന്നു. അപ്പം തീർച്ചയായിട്ടും സിജോ വെളിയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടാണ് അകത്തോട്ട് പോയത്. അപ്പോൾ പറയുന്നത് എനിക്ക് വെളിയിൽ വന്നപ്പോൾ തോന്നിയത് ജിൻഡോ കപ്പടിക്കും എന്നാണ്. ഇവരെല്ലാം വെളിയിൽ നിന്ന് കളി കണ്ടിട്ടാണ് അകത്ത് പോയത്. ഈ പറഞ്ഞ ജിൻഡോയും അവിടെ കുറച്ച് പേര്, ഇപ്പം ഞാൻ ജിൻഡോയുടെ കാര്യം പറഞ്ഞുകൊണ്ട് ജിൻഡോയുടെ കാര്യം പറയാം. ജിൻഡോ അവിടെ വെളിയിൽ നിന്നുള്ള 1% കാര്യങ്ങൾ പോലും അറിയാതെയാണ് അതിനകത്ത് ഗെയിം കളിച്ചത്. എന്നിട്ടും അത്ര ബെറ്റർ ആയിട്ട് ഗെയിം കളിച്ചു. ഞാൻ തിരിച്ചു കയറിയിട്ടും ഞാൻ ഏറ്റവും കൂടുതൽ നിന്നിരുന്ന അർജുൻ്റെ കൂടെയായിരുന്നു. കാരണം ഞങ്ങൾ തമ്മിൽ അത്ര സൗഹൃദവും ഞാൻ ഒരു ബ്രദർ ഫീൽ ഉള്ളതുകൊണ്ടാണ് ഞാൻ അർജുൻ്റെ കൂടെ നിന്നിരുന്നത്. പിന്നീട് പറയുന്നത് എനിക്ക് അർജുൻ ജയിക്കണമെന്ന് ആയിരുന്നു ഇഷ്ടം. പിന്നെ ഞാൻ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഉള്ളപ്പോഴെല്ലാം അർജുൻ്റെ കൂടെ ആയിരുന്നു എന്നാണ് പറയുന്നത്. എനിക്ക് ഈ ബിഗ് ബോസ് ഷോ കണ്ടവരോട് 24/7 എപ്പിസോഡ് കണ്ട ആൾക്കാരോട് എനിക്ക് ചോദിക്കാനുള്ളത്, അധിക നേരം എവിടെയാണ് സിജോ അർജുനുമായിട്ട് അവിടെ സംസാരിച്ചിട്ടുള്ളത്, അവിടെ കൂട്ടുകൂടിയത്? ആ ഒരു ഇഷ്യൂ ഉണ്ടാകുന്നതിന് മുമ്പ് അവർ ആദ്യം വന്നൊന്ന് കമ്പനി ആകുന്ന സമയത്ത് സംസാരിച്ചിരുന്നു. ഓക്കെ, അത് നമ്മൾ സമ്മതിച്ചു. അപ്പോൾ അവരെല്ലാം അങ്ങോട്ടും കൊണ്ട് സംസാരിക്കും, കൂട്ടൊക്കെ ആയിരിക്കാം. ഈ ബ്രദർ ഫീൽ ഒന്ന് വന്നോന്ന് എനിക്കറിയില്ല. അതിനുശേഷം നമ്മൾ കണ്ടതാണ് സിജു ഹോസ്പിറ്റലിൽ പോയതിനു ശേഷം അർജുൻ അവിടെ മോഹൻലാലിന്റെ എപ്പിസോഡിൽ സംസാരിച്ചതും നമ്മൾ കേട്ടതാണ്. അപ്പോഴും ഒരു ബ്രദർ ഫീലിംഗ് നമുക്ക് തോന്നിയില്ല. ഓക്കെ, അതെല്ലാം നിൽക്കട്ടെ. അതെല്ലാം കഴിഞ്ഞിട്ട് സിജോ രണ്ടാമത് വന്ന് വീട്ടിനകത്തോട്ട് കയറിയ സമയം, കുറെ എപ്പിസോഡുകൾ, ഈ റീ എൻട്രിക്ക് മുന്നേ ഉള്ള എപ്പിസോഡുകളും 24/7 കണ്ടവർക്കും എത്ര പേർക്ക് പറയാൻ പറ്റും ഇതിനുമായിട്ടാണ് ഒരുപാട് സമയം സ്പെൻഡ് ചെയ്തതെന്നൊക്കെ സിജോ പറയുന്നുണ്ടായിരുന്നു. എവിടെയാണ്? ഞാൻ കണ്ടില്ല ഒരുപാട് സമയം. ഞാൻ കണ്ടത് സിജോയും സായും നന്ദനയുമാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതായിട്ട് എനിക്ക് അവിടെ തോന്നിയത്. അപ്പോഴും അർജുന് എന്തുകൊണ്ടോ ഒന്നുമില്ല എന്നൊരു ബന്ധത്തിൽ പോകുന്നതാണ് ഞാൻ കണ്ടത്. ഇനി എനിക്ക് തെറ്റിയതാണോന്ന് അറിയത്തില്ല. സിജോ കൂടുതലും പിന്നെ സിജോ ഇവിടെ ഘോരഘോരം പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബ്രദർ ഫീലിംഗ് ആണ്. ബ്രദർ ഫീലിംഗ് ഉണ്ടാകാൻ കുറച്ച് സമയം മതി, ശരിയാണ്, ഒരു ബന്ധങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഈ പറയുന്ന തരത്തിലുള്ള വലിയൊരു ബന്ധമൊന്നും ആ ബിഗ് ബോസ് ഹൗസിനകത്ത് അർജുനുമായിട്ട് ഉണ്ടായിരുന്നു എന്ന് ഞാൻ കണ്ടില്ല. PR കൊടുക്കണം, നന്നായിട്ട് PR കൊടുക്കണം, ശക്തമായിട്ട് PR കൊടുക്കണം. അങ്ങനെ അതാണ് മെയിൻ ആയിട്ട് എനിക്ക് പറയാനുള്ളത്. പിന്നീട് ചോദിക്കുന്ന ചോദ്യം എന്താണെന്ന് വെച്ചാൽ, ഇനി പോകുന്ന കണ്ടസ്റ്റൻസിനോട്, ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുന്ന കണ്ടസ്റ്റൻസിനോട് എന്താണ് സിജോയ്ക്ക് പറയാനുള്ളത്? അപ്പോൾ സിജോ പറയുന്നത് ശക്തമായ PR കൊടുക്കണം, PR കൊടുത്താൽ ഇത് ശരിയാവും എന്നൊക്കെയാണ് പറയുന്നത്. ഈ പറയുന്ന സിജോ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ കയറുന്നതിന് ഒരു ദിവസം മുന്നേ തന്നെ സിജോ ആർമി പേജ് തുടങ്ങിയ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്, ഇഷ്ടം പോലെയുണ്ട്. 1, 2, 3 അല്ല. അപ്പോൾ സിജോ PR കൊടുത്തു എന്നാണോ പറയുന്നത്? അതും ഒരു PR അല്ലേ? അപ്പോൾ സിജോ, എനിക്ക് ഇപ്പോഴും അറിയാം, സിജോ പോകുന്ന അവിടെ ബിഗ് ബോസ് ഹൗസിൽ ഞായറാഴ്ചയാണ് എപ്പിസോഡ് തുടങ്ങുന്നതെങ്കിൽ ശനിയാഴ്ച രാത്രി സിജോയുടെ പേരിൽ ആർമി പേജ് തുടങ്ങി. എനിക്കറിയത്തില്ല. പിന്നെ അവിടെ സിജോയെ പൊക്കി പുകഴ്ത്തിയുള്ള പറച്ചിലാണ്. എന്തുകൊണ്ടാണ് എനിക്കറിയാം. സിജോ വലിയ ഗെയിമർ, അവിടെ കളി തുടങ്ങിയില്ല, അതിനു മുമ്പ് ഇവിടെ പൊക്കലായിരുന്നു.
അവിടെ പോയിട്ട് വല്ലതും കാണിക്കാൻ പറ്റിയോ? അതുമില്ല. കാരണം ഇത്തവണ ഞാൻ ഒരുപാട് പി ആറിനെ കുറിച്ച് വ്യക്തമായിട്ട് ഞാൻ അറിഞ്ഞിട്ടുള്ളതുണ്ട്. ശക്തമായിട്ട് പി ആർ കൊടുത്ത് അല്ലെങ്കിൽ പി ആറിന്റെ ബേസിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ മുന്നോട്ട് പോയത് ഇത്തവണ ഞാൻ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പി ആറിന്റെ ബേസിൽ തന്നെയാണ് സിജോയും അവിടെ നിന്നത് കുറച്ച് ദിവസമാണെങ്കിലും ആദ്യത്തെ. അതിനുശേഷവും സിജോയുടെ പി ആർ അതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. സിജോ പി ആർ കൊടുത്തിട്ടില്ല എന്ന് പറയണ്ടേ. ഇപ്പൊ ഞാനൊരു കൂട്ടുകാരനെ എൻ്റെ ഒരു സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഏർപ്പാടാക്കിയാലും ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഏർപ്പാടാക്കിയാലും എല്ലാം പി ആർ ആണ്. പിന്നെ ഈ പി ആറിനൊക്കെ മുകളിൽ ഒരു സംഭവമുണ്ട്, ജനങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ എത്ര പി ആർ കൊടുത്താലും എന്ത് കൊടുത്തെന്ന് പറഞ്ഞാലും നമ്മൾ അവിടെ കളിക്കുന്ന ആ പെർഫോമൻസ് വെച്ചിട്ടാണ് ജനങ്ങൾ, നിഷ്പക്ഷരായ കുറേ ജനങ്ങളുണ്ട്, അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു ജനങ്ങളുണ്ട്. അവരുടെ വോട്ട് കൊണ്ടാണ് ഈ മിക്ക ബിഗ് ബോസ് സീസണുകളിലും വിന്നാവുന്നത് പലരും. എന്നുവെച്ചാൽ ജനങ്ങൾ ഇഷ്ടപ്പെട്ട് വോട്ട് ചെയ്യണം. അല്ലാതെ എത്ര പി ആർ കൊടുത്താലും കോടിക്കണക്കിന് ലക്ഷക്കണക്കിന് രൂപ മുടക്കി പി ആർ കൊടുത്തെന്ന് പറഞ്ഞാലും ജനങ്ങൾ വോട്ട് ചെയ്തതിലെ കാര്യമില്ലല്ലോ. ഇപ്പൊ സിജോ എന്താണ് ആ ബിഗ് ബോസ് ഹൗസിൽ കാണിച്ചതെന്ന് ഇവനിപ്പോ പോയിരിക്കും, വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഒന്ന് റിവൈൻഡ് അടിച്ച് ഹോട്ട്സ്റ്റാറിലൊക്കെ എപ്പിസോഡുകൾ കിടപ്പുണ്ട്. ഹോട്ട്സ്റ്റാർ ഒന്ന് റിവൈൻഡ് അടിച്ച് നോക്കിയാൽ സിജോയ്ക്ക് മനസ്സിലാവും സിജോ അവിടെ എന്താണ് കാണിച്ചതെന്ന്. രണ്ടാമത് വന്നപ്പോൾ വലിയ ഡയലോഗ്സ് മാത്രം ഉണ്ടായിരുന്നു. കാട്ടുതീയാകും, ഞാൻ കത്തിച്ച് 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 എന്തോ ആക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോയത്. അവിടെ ഒന്നും കത്തിയും കണ്ടില്ല, പുള്ളിയും കത്തി കണ്ടില്ല, ഒന്നുമില്ല. പിന്നെ അവിടെ എങ്ങാനും ആ ഗ്യാസ് എങ്ങാനും പൊട്ടിത്തെറിക്കുമോന്നായിരുന്നു ലാസ്റ്റ് പേടി, കത്തിച്ച് കത്തിച്ച്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് തനിക്ക് കിട്ടാത്തത് മറ്റാർക്കും കിട്ടിയത് ഇഷ്ടപ്പെട്ടിട്ടില്ല. തനിക്ക് കിട്ടിയില്ല, അപ്പൊ മറ്റാർക്കും കിട്ടാൻ പാടില്ല എന്നുള്ളൊരു ഇതുണ്ടല്ലോ. പക്ഷെ ഇത് ഒരു ഷോയാണ്. ഈ ഷോയിൽ ആരാണോ നല്ല ബെറ്ററായി ഗെയിം കളിക്കുന്നത്, ജനങ്ങൾക്കിടയിൽ ഒരു ജനങ്ങളുടെ മനസ്സിൽ ഇടം പറ്റുന്നത്, അവർക്ക് മാത്രമേ കപ്പ് കിട്ടൂ എന്ന് മനസ്സിലായല്ലോ ഈ ഇതോടെ. എത്ര പി ആർ ഏൽപ്പിച്ചിട്ട് വെളിയിൽ പോയെന്ന് പറഞ്ഞാൽ, ഇപ്പൊ പി ആർ വർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞത്, അത് ഏറ്റവും കൂടുതൽ ഇപ്പൊ ജിൻഡോ ജയിച്ചത് കൊണ്ട് ജിൻഡോയ്ക്ക് പി ആർ ഉണ്ടെന്നാണ് പറയുന്നത്. ഉണ്ടായിരിക്കാം, ഇല്ലായിരിക്കാം, എനിക്കറിയാവുന്ന കാര്യമല്ല. പക്ഷേ എത്ര പി ആർ കൊടുത്താലും ജനങ്ങൾ ഉണ്ട്, കുറെ ജനങ്ങളുണ്ട്, ഇത് ഇഷ്ടപ്പെട്ട് കാണുന്ന കുറെ ജനങ്ങൾ. അവരുടെ വോട്ടില്ലാതെ എത്രമാത്രം പി ആർ കൊടുത്താലും ജയിക്കാൻ പറ്റില്ല. അങ്ങനെ ജനങ്ങളുടെ ഇഷ്ടപ്രകാരം ജയിച്ച ഒരാളാണ് ജിൻഡോ എന്നേ ഞാൻ പറയത്തുള്ളൂ.